വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺവേർഷൻ റൂൾസ് ഫോർ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറുമ്പോഴുള്ള കൺവേർഷൻ റൂൾസാണ് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റ് നോക്കാം. രാഹുൽ പ്ലേസ് ക്രിക്കറ്റ്. രാഹുൽ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ രാഹുൽ. പാസീവ് വോയിസ്. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ രാഹുൽ. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റായിരുന്ന ക്രിക്കറ്റ് എന്ന പദം സബ്ജക്റ്റായി വരുന്നു. ശേഷം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കുന്നു. ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് ഉപയോഗിക്കുന്നു. ശേഷം ബൈ എന്ന പദം വരുന്നു. ശേഷം രാഹുൽ എന്ന് ചേർക്കുന്നു. അടുത്തതായി നോക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിലെ മാറ്റങ്ങളാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവിലെ മാറ്റങ്ങളാണ്. രാഹുൽ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ രാഹുൽ. വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ രാഹുൽ. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുന്നു. ശേഷം ഈസ് ചേർത്തിരിക്കുന്നു. ബീയിങ് എന്ന പദം ചേർത്തിരിക്കുന്നു പ്രോഗ്രസീവിനെ കാണിക്കാൻ വേണ്ടി. അതിനുശേഷം പ്ലേഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബാണ്. ശേഷം രാഹുൽ. അടുത്തതായി നോക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ മാറ്റങ്ങളാണ്. രാഹുൽ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എന്നതാണ് ആക്റ്റീവ് വോയിസ്. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ രാഹുൽ, അതാണ് പാസീവ് വോയിസ്. ഇനി മാറ്റങ്ങൾ നോക്കാം. ക്രിക്കറ്റ് എന്ന ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റായി വന്നു. ശേഷം ഹാസ് ബീൻ ചേർത്തു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്, ശേഷം രാഹുൽ. അടുത്തതായി നോക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. രാഹുൽ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഈ സെൻറ്റൻസിന് പാസീവ് വോയിസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.